യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായ മർക്കസുദ്ദഅവ രൂപീകരിച്ച ഏതെല്ലാം വാദമുണ്ടോ ആ വാദങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച് മറ്റൊരു സംഘമായി അഥവാ മർക്കസുദ്ദഅവ പെറ്റിട്ട ചാപ്പിള്ളയായി പ്രവർത്തിക്കുകയാണ് വിസ്റ്റം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. പരസ്യമായി ഞാൻ തൗബ ചെയ്തത് ഒരാളെയും പേടിക്കാതെ ഞാൻ തൗബ ചെയ്തത് ഈ വളരെ പിഴച്ച വിശ്വാസം പേറിയ മനുഷ്യരെ, അത് കൊണ്ടു നടന്ന മനുഷ്യരെ ഞാൻ പേറി അതിന് പരസ്യമായി ഞാൻ തൗബ ചെയ്യുന്നു. അത് അബദ്ധമാണ്. ഈ വിശ്വാസം ഞാൻ പേറിയിട്ടില്ലെന്ന് പരസ്യമായി പറഞ്ഞത് വെറുതെ പറഞ്ഞല്ല. നിങ്ങളെപ്പോലെ വേണമെങ്കിൽ എനിക്ക് കാപട്യം കാണിക്കാമായിരുന്നു. ഞാൻ കാപട്യം കാണിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായ മർക്കസുദ്ദഅവ രൂപീകരിച്ച ഏതെല്ലാം വാദമുണ്ടോ ആ വാദങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച് മറ്റൊരു സംഘമായി അഥവാ മർക്കസുദ്ദഅവ പെറ്റിട്ട ചാപ്പിള്ളയായി പ്രവർത്തിക്കുകയാണ് വിസ്റ്റം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ വിസ്റ്റംകാർ ഉന്നയിക്കുന്ന അതിവാദങ്ങളെല്ലാം കഷ്ഫൊഴികെയുള്ള സർവാധിവാദങ്ങളും മർക്കസുദ്ദഅവയുടെ ചിന്താ പ്രസ്ഥാനങ്ങളിൽ അവരുടെ രേഖകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. ആ രേഖകളിൽ നിന്ന് കടമെടുത്ത് ഒരു ചാപ്പിള്ളയായി രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് വിസ്റ്റം എന്ന് പറയുന്ന ആ പ്രസ്ഥാനമെന്ന് തിരിച്ചറിയണം. ഈ വിഷയം മെറിറ്റ് എന്ന് സംസാരിക്കുമ്പോൾ കൃത്യമായി സംസാരിച്ചില്ലെങ്കിൽ ക്ലാരിറ്റി വരില്ല. അത്രയും വെട്ടിമുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് തീരുമാനത്തിലേക്ക് എത്തിയോ? എഴുതി ഒപ്പിട്ടോ എല്ലാ ആളുകളും? നമ്മളെല്ലാവരും ഈ രംഗത്ത് ഒന്നിക്കാം. ഞാനും കായ്ക്കൊടിയും കരിമ്പലാക്കിനോടും അലിമതിരിയോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇതുമായിട്ട് നിങ്ങൾ ഇത്രയും കാക്ക എഴുതി ഒപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് പറയുമ്പോ സമൂഹം എങ്ങനെ സ്വീകരിക്കും? ഇത്രയും കാര്യം പറഞ്ഞതിന് എതിരായിട്ട് ഒപ്പിട്ടിട്ട് പറയാൻ പോവാണല്ലോ. അപ്പൊ എന്തായിരിക്കും? അപ്പോ കരിമ്പലാക്കൽ എന്നോട് പറഞ്ഞൊരു വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒന്നിച്ചൊരു സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ അത് കോമ സ്വീകരിക്കും. ഞാനും കായ്ക്കൊടിയും കരിമ്പലാക്കിനോടും അലിമതിരിയോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇതുമായിട്ട് നിങ്ങൾ ഇത്രയും കാക്ക എഴുതി ഒപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് പറയുമ്പോ സമൂഹം എങ്ങനെ സ്വീകരിക്കും? ഇത്രയും കാര്യം പറഞ്ഞതിന് എതിരായിട്ട് ഒപ്പിട്ടിട്ട് പറയാൻ പോവാണല്ലോ. അപ്പൊ എന്തായിരിക്കും? അപ്പോ കരിമ്പലാക്കൽ എന്നോട് പറഞ്ഞൊരു വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒന്നിച്ചൊരു സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ അത് കോമ സ്വീകരിക്കും. ഇത്രയും കാര്യം പറഞ്ഞതിന് എതിരായിട്ട് ഒപ്പിട്ടിട്ട് പറയാൻ പോവാണല്ലോ. ഇത്രയും കാര്യം പറഞ്ഞതിന് എതിരായിട്ട് ഒപ്പിട്ടിട്ട് പറയാൻ പോവാണല്ലോ. അപ്പൊ എന്തായിരിക്കും? അപ്പോ കരിമ്പലാക്കൽ എന്നോട് പറഞ്ഞൊരു വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒന്നിച്ചൊരു സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ അത് കോമ സ്വീകരിക്കും. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായ മർക്കസുദ്ദഅവ രൂപീകരിച്ച ഏതെല്ലാം വാദമുണ്ടോ ആ വാദങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച് മറ്റൊരു സംഘമായി അഥവാ മർക്കസുദ്ദഅവ പെറ്റിട്ട ചാപ്പിള്ളയായി പ്രവർത്തിക്കുകയാണ് വിസ്റ്റം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. വിഷയം മെറിറ്റ് എന്ന് സംസാരിക്കുമ്പോൾ കൃത്യമായി സംസാരിച്ചില്ലെങ്കിൽ ക്ലാരിറ്റി വരില്ല. അത്രയും വെട്ടിമുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് തീരുമാനത്തിലേക്ക് എത്തിയോ? എഴുതി ഒപ്പിട്ടോ എല്ലാ ആളുകളും? നമ്മളെല്ലാവരും ഈ രംഗത്ത് ഒന്നിക്കാം. ഞാനും കായ്ക്കൊടിയും കരിമ്പലാക്കിനോടും അലിമതിരിയോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇതുമായിട്ട് നിങ്ങൾ ഇത്രയും കാക്ക എഴുതി ഒപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് പറയുമ്പോ സമൂഹം എങ്ങനെ സ്വീകരിക്കും? ഇത്രയും കാര്യം പറഞ്ഞതിന് എതിരായിട്ട് ഒപ്പിട്ടിട്ട് പറയാൻ പോവാണല്ലോ. അപ്പൊ എന്തായിരിക്കും? അപ്പോ കരിമ്പലാക്കൽ എന്നോട് പറഞ്ഞൊരു വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒന്നിച്ചൊരു സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ അത് കോമ സ്വീകരിക്കും. ഞാനും കായ്ക്കൊടിയും കരിമ്പലാക്കിനോടും അലിമതിരിയോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇതുമായിട്ട് നിങ്ങൾ ഇത്രയും കാക്ക എഴുതി ഒപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് പറയുമ്പോ സമൂഹം എങ്ങനെ സ്വീകരിക്കും? ഇത്രയും കാര്യം പറഞ്ഞതിന് എതിരായിട്ട് ഒപ്പിട്ടിട്ട് പറയാൻ പോവാണല്ലോ. അപ്പൊ എന്തായിരിക്കും? അപ്പോ കരിമ്പലാക്കൽ എന്നോട് പറഞ്ഞൊരു വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒന്നിച്ചൊരു സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ അത് കോമ സ്വീകരിക്കും. ഇത്രയും കാര്യം പറഞ്ഞതിന് എതിരായിട്ട് ഒപ്പിട്ടിട്ട് പറയാൻ പോവാണല്ലോ. അപ്പൊ എന്തായിരിക്കും? അപ്പോ കരിമ്പലാക്കൽ എന്നോട് പറഞ്ഞൊരു വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒന്നിച്ചൊരു സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ അത് കോമ സ്വീകരിക്കും. നമ്മൾ ഒന്നിച്ചൊരു സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ അത് കോമ സ്വീകരിക്കും.